നമുക്കൊരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആപ്പിൾ കട്ട് ചെയ്യാം. ആദ്യം തന്നെ ആപ്പിൾ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഈ ഓവർനൈറ്റ് ഓട്സ്. എനിക്കറിയാം, ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഇതന്നെ അറിയാം. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ട്രൈ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ആക്കാമെന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇടാം. ഓട്സും മിൽക്ക് അല്ലെങ്കിൽ യോഗേർട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നേ ഉള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം കയ്യിൽ നിന്ന് ഇടാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രോസൺ ഫ്രൂട്ട്സും അല്ലാത്ത ഫ്രൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്ത് നട്ട്സും അതുപോലെ തന്നെ ഹണിയെല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഉണ്ടാക്കിയൊരു വേർഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓട്സ് ഇട്ടു, ഫ്രൂട്ട്സ് ഇട്ടു, പിന്നെ യോഗേർട്ട്. ഞാനൊരു ഒറിജിൻ യോഗേർട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഫ്ലേവർഡ് യോഗേർട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ ഹെൽത്തി അല്ല കേട്ടോ. ഒറിജിൻ യോഗേർട്ടാണ് ഹെൽത്തി ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ഹെൽത്തി കുട്ടിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കാം. പിന്നെ സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഹണി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓട്സ് ഇട്ടിട്ട് പിന്നെ അങ്ങ് മിക്സ് ചെയ്തിരുന്നപ്പോൾ കുറച്ചധികം പാടായിരുന്നു. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക, ഫ്രിഡ്ജിൽ വെക്കുക, നെക്സ്റ്റ് ഡേ എടുത്ത് കഴിക്കുക. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഉടനെ കഴിക്കാണ്ട, കാരണം അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. പക്ഷെ എനിക്ക് അത്ര ഫ്ലേവർ ഒന്നും ഫീൽ ചെയ്തില്ല. കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ വരാം, ബൈ.